ഇന്ന് നമുക്ക് ഷോർട്ട് സൈഡിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. കെയ്ൻസ് ടെക്നോളജിയിലായിരുന്നു അത് വന്നിരുന്നത്. നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആ സെയിം ഷോർട്ട് സെറ്റപ്പ് തന്നെയായിരുന്നു ഇന്നും വന്നിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഇതേ സെറ്റപ്പിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി കൂടി വന്നിരുന്നു. ഏകദേശം 450 പോയിന്റ് ആണ് ഫോൾ വന്നിരുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് സെറ്റപ്പും ഒന്ന് സ്ക്രീനിൽ നോക്കാം. മാർക്കറ്റ് മൂവർ സ്കാനറിൽ രാവിലെ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ തന്നെ റാങ്ക് 3 ആയി കെയ്ൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കൺഫർമേഷൻ വന്നത് 9:45 ക്യാൻഡിൽ ക്ലോസിംഗിലാണ്. അത് രണ്ട് കാരണങ്ങളുണ്ട്. പ്രൈസ് വിവാപ്പിനടിയിൽ ക്ലോസ് ചെയ്തിരുന്നു. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡം ക്യാൻഡിൽ SMC ഇൻഡിക്കേറ്ററിൽ ഫോം ചെയ്തിരുന്നു. ഇതിൽ വിവാപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്ന് സെല്ലേഴ്സിന് കൺട്രോൾ കൂടുതലാണെന്നാണ്. അതേപോലെ തന്നെ SMC ഡംപ് അത് കൺഫേം ആക്കി തന്നു. നമുക്ക് അതിനുശേഷം വന്നൊരു ഫോളോ കാണാം. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്രീ ഫോളോ തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത്. ഇന്നലത്തെ ഡേ ലോയും കഴിഞ്ഞ് അത് ഫോളോ ആയി. ഏകദേശം ഒരു 10% ഇൻട്രാഡേ മൂവ് ആണ് വന്നത്. ഞാൻ പറഞ്ഞ ഇതേ മൂവ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും വന്നിരുന്നു. 10:45 ഒരു ഡം ക്യാൻഡിൽ ഇൻഡിക്കേഷനും പ്രൈസ് വിവാപ്പിന് താഴെ ക്ലോസ് ചെയ്തതോടുകൂടി നമുക്ക് ഒരു കൺഫർമേഷൻ ആയി. നമുക്ക് അതിനുശേഷം ഒരു 450 പോയിന്റ് ആണ് മൂവ് വന്നത്. നമ്മുടെ ബ്രേക്ക് പോയിന്റുള്ള ഓപ്ഷൻ സ്കാനറിലും ബാങ്ക് നിഫ്റ്റി ഇന്ന് സമാനമായ ഒരു സിഗ്നൽസ് തന്നിരുന്നു. നമ്മളിവിടെ യൂസ് ചെയ്തത് SMC പ്രോ ഇൻഡിക്കേറ്ററും മാർക്കറ്റ് മൂവർ ഇൻട്രാഡേ സ്കാനറുമാണ്. ഇത് രണ്ടും എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ബ്രേക്ക് പോയിന്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. അതിന് ലേണക്സ് സെക്ഷനിൽ വന്നാൽ നമുക്ക് ഇത് എല്ലാ ട്യൂട്ടോറിയൽസും ഇവിടെ കിട്ടുന്നതാണ്. ബ്രേക്ക് പോയിന്റ് സ്കാനേഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയി സൈൻ അപ്പ് ചെയ്യാം. നമ്മൾ സംസാരിച്ച രണ്ട് ടൂളുകളുടെയും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡീറ്റെയിൽസ് എന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ തന്നെ അയച്ചു തരാം.